മോട്ടറോളയുടെ മോട്ടോ റേസർ 50 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. മുമ്പ് മോട്ടോ റേസർ 50 അൾട്ര എന്നുള്ള ഫോൾഡബിൾ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ ഒരു പുതിയ ഫോൾഡബിൾ ഫോൺ കൂടി ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇപ്പം ഈ ഒരു ഫോൾഡബിൾ ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ മുമ്പ് ചൈനീസ് മാർക്കറ്റിലൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫീച്ചേഴ്സ് ഏകദേശം കൺഫേംഡ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ റേസർ 50 എന്നുള്ള ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഫോൾഡബിൾ ഫോണാണ്. അപ്പോൾ 2 ഡിസ്പ്ലേ വരുന്നതായിരിക്കും. ഉള്ളിൽ 6.9 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. OLED പാനലുമായിട്ടായിരിക്കും ഈ ഒരു ഡിസ്പ്ലേ വരിക. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിൽ പഞ്ചോൾ ഡിസൈൻ വരുന്നതായിരിക്കും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ പീക്ക് ബ്രൈറ്റ്നസ് 3000 നിറ്റ്സ് വരെ വരുന്നതായിരിക്കും. പിന്നെ പുറത്ത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാഫിൽ 3.6 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. അപ്പം പുറത്ത് അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ ഒക്കെ വരുന്നതായിരിക്കും. ഇതിലും OLED പാനൽ തന്നെ ആയിരിക്കും വരിക. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ 90 Hz റിഫ്രഷ് റേറ്റ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ഡിസ്പ്ലേയിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷൻ ഒക്കെ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ഫോൾഡബിൾ ഫോണിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നേക്കാം. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരിക ഏകദേശം 188.4 ഗ്രാം ആയിരിക്കും. തിക്നെസ് വരിക 7.25 mm ആയിരിക്കും. IPX8 റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അലൂമിനിയം ഫ്രെയിം ആയിരിക്കും ഇതിൽ വരിക. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300X എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത മിഡ് റേഞ്ച് സെഗ്മെന്റിലൊക്കെ വരുന്ന ഫോൾഡബിൾ ഫോൺസിന് പറ്റിയിട്ടുള്ള പുതിയൊരു പ്രോസസ്സറാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഫോണിൽ 12 GB റാം വരെയും 512 GB ഇന്റർണൽ വരെയൊക്കെ വന്നേക്കാം. സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ടും ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള HelloU സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. 50 MP മെയിൻ ക്യാമറ സെൻസറും അതുപോലെ തന്നെ 13 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 32 MP സെൽഫി ക്യാമറയും വന്നേക്കാം. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4200 mAh ബാറ്ററി വരുന്നതായിരിക്കും. ഇത് ഫോൾഡബിൾ ഫോൺ ആണെന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പ് തന്നെയാണ്. പിന്നെ 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരും. അപ്പം വയർലെസ് ചാർജിങ് സപ്പോർട്ട് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരും. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 9 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പം ഒഫീഷ്യലായിട്ട് തന്നെ കൺഫേം ആയിട്ടുണ്ട്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ചൈനീസ് മാർക്കറ്റിൽ മുമ്പ് ഈ ഒരു സ്മാർട്ട് ഫോൺ 42,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ 58,400 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 50,000-55,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും മോട്ടറോളയുടെ മോട്ടോ റേസർ 50 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം 50,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഫോൾഡബിൾ ഫോൺ. എന്തായാലും മോട്ടോ റേസർ 50 എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഫോൾഡബിൾ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.